ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈദ് മുബാറക്. അപ്പം ഞാൻ എണീറ്റ് കുറച്ച് നേരമായി, കണ്ടില്ലേ മെഹന്തി ഒക്കെ ഇട്ടു. അപ്പം ഇനി കുളിച്ചിട്ട് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് മധുരം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ആദ്യം തന്നെ പായസം കുടിക്കാനുണ്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള പായസമായിരുന്നു ഗൈസ്. സേമിയ പായസമാണ് കേട്ടോ വെച്ചത്. ഞങ്ങളിവിടെ 4 പേരല്ലേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഗസ്റ്റ് ഒന്നും വരത്തില്ല. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ പെരുന്നാളിന്. സോ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡാണ് ഇവിടെ കുക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഈദ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെയൊക്കെ ഈദ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ ഈദ് എന്നൊക്കെ. അപ്പം ഞാൻ പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ മധുരമൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഞാൻ ആക്ച്വലി എൻ്റെ ഫേസിലോട്ടാണ് നോക്കുന്നത്, അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മധുരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്കുള്ള പരിപാടിയാണ് കുളിക്കണം. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് കാണാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി. കണ്ടില്ലേ, ഞാൻ ഉടുപ്പൊക്കെ ഇട്ട്, ഇതാണ് ഔട്ട്ഫിറ്റ്. അപ്പം കുളിച്ച് ഫ്രഷായി നമ്മളിനി പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമുക്കിവിടെ കഴിക്കാനായിട്ടുള്ളത് കാണുന്നുണ്ടോ? അരിപ്പത്തിരി ഉണ്ട്, തേങ്ങാപ്പാൽ, ദെൻ ബീഫ് റോസ്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാനുള്ളത്. ഇവിടെ കറണ്ടില്ല ഗൈസ്, ഭയങ്കര ചൂടാണ്. അത് കഴിഞ്ഞ് നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട്, എനിക്കിപ്പോൾ പീരീഡ്സ് ആണ്, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഉമ്മ നിസ്കരിച്ചപ്പോൾ ഞാൻ 2 ഷോട്ട് എടുത്താറുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. അങ്ങനെ പെരുന്നാൾ നമസ്കാരമൊക്കെ നമസ്കരിച്ച് പിന്നെയുള്ള മെയിൻ ഫുഡെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചൺ പോയി നോക്കിയപ്പം പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. റൈസ് ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ്. ഇനി നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ആൻഡ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്ര പെടുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ വന്നതാണ്. യെസ്, നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കണം. എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ TT എടുക്കാൻ വന്നിരിക്കണേ കേട്ടോ. എൻ്റെ അനിയത്തിയുടെ 10ാം വയസ്സിലെ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലായിരുന്നു. സോ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ അതെടുത്തിട്ട് ഉള്ള ഇരിപ്പാണ് ഇരിക്കുന്നത്. ഇഞ്ചക്ഷൻ എടുത്ത വേദനയോടുകൂടെ എൻ്റെ ക്യാമറയിൽ പോസ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇത് ആ ടീഷർട്ട് അല്ല, ഇത് വേറെ ടീഷർട്ടാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് ഒരു TDയുടെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അപ്പം നമ്മൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ആദ്യം ഹോസ്പിറ്റലിൽ തന്നെ പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കിയത് കേട്ടോ. അങ്ങനെ അതൊക്കെ ചേഞ്ച് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി വന്നു. ഇനിയിപ്പം ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബിരിയാണിയൊക്കെ റെഡി ആയിട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ബിരിയാണി. ഓൾ സെറ്റാണ്. കഴിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മളില്ലേ ഈ ബിരിയാണിയുടെ മുകളിലിട്ടേക്കുന്നതില്ലേ ക്യാഷ്നട്ട്, ഇവിടെ കിസ്മിസ് ഇടത്തില്ല കേട്ടോ, ഒള്ളി ക്യാഷ്. അതിങ്ങനെ വറുത്തിട്ട് സമയമാകുമ്പോഴേ ഇടത്തുള്ളൂ, എന്നാലേ ക്രിസ്പിനെസ് അങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പം സെർവ് ചെയ്തതാണ് നമ്മുടെ ഈദ് സ്പെഷ്യൽ ബിരിയാണി. ഞാൻ ഈ ബിരിയാണിയുടെ ആക്ച്വലി സാലഡും അച്ചാറൊന്നും കൂട്ടത്തില്ല. എനിക്ക് ഈ ബിരിയാണിയുടെ മസാല ആ ഒരു ഫ്ലേവറിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ എക്സ്ട്രാ സലാഡ് അതുപോലെ തന്നെ അച്ചാറൊന്നും ആഡ് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സലാഡ് വെച്ചിരിക്കുന്നത്. പിന്നെ പപ്പടം, അതൊക്കെ ഓക്കെയാണ്. ഗായ്സ്, നല്ല വെയിലാണ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങോട്ട്. വെയിറ്റ്, ഞാനൊരു പൊസിഷൻ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഉമ്മയുടെ മാമയുടെ വീട്ടിലാണ്. സോ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചിരുന്നു രാവിലെ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, പാൻറ്റ്, ഉടുപ്പ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ബാക്കി വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. പോയിട്ട് വരാം. ടാറ്റാ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് കാരണം ഒന്നും കാണാൻ വയ്യ കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ നടക്കുന്നത് ലെമൺ ആൻഡ് സ്പൂണാണ് കേട്ടോ. അതിൻ്റെ ഒരു ലഹളയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് അവിടെ നമ്മളങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു, സംസാരിച്ചു. പിന്നെ കസാരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. വലിയവരുടെയും ചെറിയവരുടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു വൈബായിരുന്നു, നല്ല രസമായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് ഇനി റിലേറ്റീവ്സൊക്കെ കൂടുന്നത്. അപ്പം അതിൻ്റേതായ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ആൻഡ് ദെൻ ഇത് അവിടെ ഫ്ലാറ്റിൻ്റെ വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഓവർവ്യൂ ആണ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ ഓണാക്കി എടുത്തതാണ് കേട്ടോ. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ പെരുന്നാപ്പടി. അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ബൈ.